السلام عليكم ورحمة الله. وعليكم السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. അപ്പൊ എന്നോട് പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ച ആള് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നബിദിനം നിങ്ങളുടെ ഗ്ലോബൽ മൗലിദ് സെലിബ്രേഷന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ഡിസ്കഷനും, അതുപോലെ തന്നെ അൽ അസർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈജിപ്തിലെ പഠന സാധ്യതകളും, ഇത് രണ്ടും സൂചിപ്പിക്കാനും നിങ്ങളോട് പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മൗലിദ് ചർച്ചകൾക്കിടയിലൂടെ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ, കാര്യങ്ങൾ, പ്രത്യേകിച്ച് എൽമിയായ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇവിടുത്തെ പഠന സാധ്യത എന്നുള്ളതിനപ്പുറത്ത് ഇവിടുത്തെ രീതികൾ മനസ്സിലാക്കുന്നതിന് നിങ്ങൾക്ക് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നബിദിനാഘോഷങ്ങൾ നല്ല ഉഷാറായിട്ട്, മുൻ വർഷങ്ങളെക്കാൾ ഒന്നും കൂടെ ഉഷാറായിട്ട് വരികയാണ്. ഇപ്പൊ ഈ വർഷമൊക്കെ 1500 വർഷം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെലിബ്രേഷൻസ് ഒക്കെ നമ്മളെ നാട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോ ഇവിടെ ഒരു 3 വർഷമായിട്ട് 2022 ജൂലൈ 28-നാണ് ആദ്യമായിട്ട് ഈജിപ്തിൽ എത്തുന്നത്. ഒരു 3 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ 4ാമത്തെ നബിദിനാണ് ഇവിടെ കൂടിയത്. അപ്പൊ അതില് നമ്മൾ അതിനു മുമ്പൊക്കെ നാട്ടിലായിരുന്നു. ഇപ്പൊ നമ്മൾ വന്നതിന് ശേഷം നാട്ടിൽ ഒന്നും കൂടെ നബിദിനാഘോഷങ്ങളൊക്കെ ഒന്ന് സജീവമായി. ഇവിടെ നമ്മൾ കാണുന്ന ആഘോഷങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അറബ് രാജ്യങ്ങളാവുമ്പോൾ നിയന്ത്രണങ്ങൾ ഉണ്ടാകും, അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച നബിദിനവും ആഘോഷവും ഒക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. 1 മണിക്കൂറൊന്നും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് പോയി നോക്കാം. ഏതായിരുന്നാലും ഇവിടെ നബിദിനത്തിന് ഒഫീഷ്യൽ ലീവ് കൊടുക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ നമുക്ക് ലീവൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെയും ഒഫീഷ്യലായിട്ട് ലീവാണ്, ഗവൺമെന്റ് തലത്തിൽ തന്നെ ലീവാണ്. ഗവൺമെന്റ് തന്നെ, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, വസീറുൽ ഔഖാഫ് നിലവിൽ ഡോക്ടർ ഉസാമ അസ്ഹരിയാണ്. അപ്പൊ അദ്ദേഹം ഈ വർഷം നടത്തിയ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കഴിഞ്ഞ വർഷത്തെയൊക്കെ എല്ലാ വർഷത്തെയും കാണാൻ കഴിയും. അയാൾ പക്ക സുന്നിയാണ്. നമ്മളെ നാട്ടിലെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന വഹാബികൾക്കെതിരെ, സലഫികൾക്കെതിരെ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്ന ഒരു അസ്ഹരിയാണ്. ഇവിടുത്തെ ഔഖാഫ് മിനിസ്റ്ററാണ്. അപ്പൊ അദ്ദേഹം ഈ വർഷം 1500 എന്നുള്ള രീതിയിൽ, ഞാൻ മുമ്പ് ആ ചർച്ചയിലേക്ക് ഇട്ടത്, നമ്മുടെ നാട്ടിലൊക്കെ 1500 എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു 1500-ാമത്തേണെന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു ഉഷാറാക്കലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഇവിടെ തീരെ കണ്ടിരുന്നില്ല. അപൂർവമായിട്ട് ഈ പരിപാടി നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഒരു സൂചനകളുണ്ട് എന്നുള്ളതല്ലാതെ ഒരു 1500-ാമത്തെ നബിദിനം എന്നുള്ള രീതിയിലൊരു ആഘോഷമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അദ്ദേഹം അതിന്റെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, അതിന്റെ കാരണമൊന്നുമല്ല, ആഘോഷിക്കാതിരിക്കാനുള്ള കാരണമൊന്നുമല്ല, 1500-ാമത്തെ നബിദിനത്തിന്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓരോ മുജദ്ദിദീങ്ങൾ വരും. ഒരു 100 വർഷമാകുമ്പോൾ റസൂലുള്ളാഹിന്റെ ഖൗലാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ മുജദ്ദിദീങ്ങളുടെ തജ്ദീദിന്റെ അതുമായി ബന്ധപ്പെട്ട രചനകളൊക്കെ പരിശോധിച്ച സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞത് ഈജിപ്ഷ്യൻസിനെയാണ്. നമ്മൾ ഫസ്റ്റ് മുതലുള്ള ആളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ചിലപ്പോൾ ഒന്നെങ്കിൽ പക്ക ഈജിപ്ഷ്യൻസ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാർ, ലൈത്ത് ബിൻ തങ്ങൾ, അതുപോലെ തന്നെ ഷാഫി ഇമാമ്, തഖീദ്ദീൻ സുബ്കി തങ്ങൾ, ഇസ്ബിൻ അബ്ദുസലാം തങ്ങൾ, സുയുത്തി ഇമാമ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ എണ്ണുന്നുണ്ട്. അപ്പൊ ഇതൊരു തജ്ദീദിന്റെ സമയമാണ് എന്ന് പറഞ്ഞിട്ട്. ഏതായിരുന്നാലും അദ്ദേഹം നല്ല ഒരു സുന്നിയായ അദ്ദേഹം ഔഖാഫ് മിനിസ്റ്റർ ആയപ്പോൾ
അദ്ദേഹം നബിദിനാഘോഷം ഒന്നുകൂടെ സജീവമാക്കാനുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പള്ളികളിലും ഇവിടെയൊക്കെ പള്ളികളെല്ലാം ഔക്കാഫിന്റെ കീഴിലായിരുന്നു. അപ്പോൾ പള്ളികളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ ഒരു സജീവത ക്ലാസ്സുകളായിട്ടും ഇവിടെ നബിദിനാഘോഷം സജീവമാവുക എന്ന് പറഞ്ഞാൽ അത് നല്ല ക്ലാസ്സുകളായിട്ടും അതുപോലെ തന്നെ മദ്ഹ് ആലാപന സദസ്സുകളായിട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ പള്ളികളിൽ നിരന്തരം ക്ലാസ്സുകളായിട്ടും ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ തന്നെ റസൂലുള്ളാഹിന്റെ സീറ അതുപോലെ തന്നെ മൗലിദ് പാരായണം ചെയ്യാം, അത് പല രീതിയിലുള്ള മൗലിദുകളായിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള സംഗതികളൊക്കെ ഈ വർഷത്തിന്റെ ഈ ഒരു റബീഉൽ അവ്വലിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ പ്ലാൻ ചെയ്തിട്ട് നടപ്പാക്കിയിരുന്നു. ഈജിപ്തിലെ നബിദിനാഘോഷത്തിന്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മൊത്തത്തിൽ നബിദിനത്തിന്റെ ഒരു ചരിത്രം പറയാറുണ്ട്. ഫാത്തിമകളാണ് അത് കൊണ്ടുവന്നത് എന്നുള്ള അർത്ഥത്തിലൊക്കെ. അപ്പോൾ ഫാത്തിമകൾ ഭരിച്ച ഒരു നാടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ അൽ അസ്ഹർ ഷെരീഫ്, അസ്ഹർ പള്ളി ഉണ്ടാക്കിയത് തന്നെ ഫാത്തിമികളാണ്. അപ്പോ മൗലിദിന്റെ മൊത്തത്തിലുള്ള ചരിത്രത്തോളം പഴക്കമുണ്ട് ഈജിപ്തിലെയും നബിദിനാഘോഷ ചരിത്രം. അതിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്, ഫാത്തിമികൾ ഈ ഒരു നബിദിനാഘോഷം നടത്തിയത് അവർക്ക് അവരുടെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും നമ്മളും അങ്ങനെ മനസ്സിലാക്കിയ ഒരു കാര്യമാണത്. ഫാത്തിമികളാണ് ഇതിനൊരു ആഘോഷമായിട്ട്, ഒരു പബ്ലിക് ആഘോഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഫാത്തിമികളുടെ കാലഘട്ടത്തിലാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഫാത്തിമികൾ ഭരിച്ച സ്ഥലമാണ്. അപ്പം അതിൻ്റെ ഒരു ഒഫീഷ്യാലിറ്റിയോടെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയും അന്ന് മുതലേ ഇവിടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതില് ഇന്ന് നമ്മൾ കാണുന്ന ഇവിടെ കാര്യമായിട്ടുള്ള ഒരു സംഗതി, ഒഫീഷ്യൽ ലീവിന് പുറമെ ഇങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഗവൺമെന്റ് തന്നെ, പ്രസിഡന്റും അതുപോലെ തന്നെ പിന്നീട് ഒരു പ്രധാനപ്പെട്ട ആളാണ് ഷെയ്ഖുൽ അസ്ഹർ, അദ്ദേഹവും വസീറുൽ ഔഖാഫും, ഇങ്ങനെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു സദസ്സുണ്ടാവും ഒഫീഷ്യലായിട്ട്. അതിൽ സമസ്സരി സംസാരിച്ചതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് തന്നെ ആ രീതിയിൽ ഇപ്പൊ നമ്മള് സ്വാതന്ത്ര്യ ദിനത്തിന് ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്ന പോലെയൊക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ പ്രോഗ്രാമായിട്ട് ഇവിടെ നബിദിനാഘോഷവും അതിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ ഒഫീഷ്യലി നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലുള്ളത് പോലെയുള്ള റാലികള് മറ്റു സംഗതികളൊന്നും വ്യാപകമായിട്ടൊന്നും ഇവിടെ ഇല്ല. ഒരു കാലത്ത് അധിക നാടുകളിലും, ഇപ്പോൾ കൈറോ, നമ്മൾ താമസിക്കുന്ന കൈറോയിലാണ്, കൈറോന്റെ അപ്പുറത്തുള്ള പല നാടുകളിലും ഈ രീതിയിലുള്ള ആഘോഷങ്ങളും പാട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ അടുത്ത് ഞാനൊരു മിസ്സിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുമ്പൊക്കെ വളരെ സജീവമായിട്ട് പാട്ടുകളും റാലികളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ചില ആളുകൾ ഇങ്ങനെ ചെറിയ രൂപത്തിൽ അവരുടെ നാട്ടിൽ, പല നാട്ടിലും പല രീതിയിലായിരിക്കും. ഇവിടെ കൈറോയിലൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റാലികൾ ഉണ്ട്, പക്ഷെ അപൂർവമായിട്ട് ഒരു ഇവിടെ ത്വരീക്കത്തുകളുടെ ഒരു കേന്ദ്രമാണ് കൈറോ. കൈറോ എന്ന് പറഞ്ഞാൽ നമ്മൾ സിറദുല്ലാഹു അസ്ഹർ പള്ളി അതുപോലെ തന്നെ ഇതൊക്കെ ഉള്ള ഒരു ഏരിയ. പഴയ കൈറോ, നമ്മളെ ഫാത്തിമികൾ കീഴടക്കിയ സമയത്ത് ഉണ്ടാക്കിയ ഓൾഡ് കൈറോ, അവിടെ നമ്മളെ സിറദുല്ലാഹുവിന്റെ റസു ഷരീഫ് ഉള്ളത് കൊണ്ട് ഒരുപാട് ത്വരീക്കത്തുകളുടെ കേന്ദ്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഖൽവത്തി, അതുപോലെ തന്നെ ദസൂഫി, ഷാദിരി, ഇങ്ങനെ ഒരുപാട് ത്വരീക്കത്തുകൾ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതാണ് ഷാദിലി ഇമാമിന്റെ മക്കാമ് ഇവിടെയാണ്, ദസൂഖി ഇമാമിന്റെ മക്കാമ് ഇവിടെയാണ്, അഹമ്മദുൽ ബദവി തങ്ങൾ ഇവിടെയാണ്. അങ്ങനെ ഒരുപാട് മഹാന്മാർ ഇവിടെ ഉണ്ട്. കുറേ ത്വരീക്കത്തുകളും അതിന്റെ കേന്ദ്രങ്ങളൊക്കെ ഈജിപ്തിലുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന അസ്ഹർ പള്ളി, അതുപോലെ തന്നെ ഉസ്താദിന്റെ റസു ഷരീഫുള്ള ഹുസൈൻ പള്ളി, ഈ ഏരിയകളിലൊക്കെ ഒരുപാട് ത്വരീക്കത്തുകളും അവരുടെ കേന്ദ്രങ്ങളും ഉണ്ട്. അവിടങ്ങളിലൊക്കെ പ്രത്യേകമായിട്ടുള്ള മൗലിദ് സദസ്സുകളും സീറ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളും ഷമാഇലിന്റെ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് ബുർദയുടെ ക്ലാസ്സുകൾ, അതിന്റെ യാറാബ്, ഇപ്പോ ഒരു ലുഗ പണ്ഡിതനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിന്റെ യാറാബും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുള്ള ബുർദയുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. പിന്നെ ഷമാഇല് പല രീതികളിൽ ക്ലാസ് എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ മൗലിദ് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ മൗലിദ് ഓതാൻ തന്നെ മങ്കൂസ് മൗലിദ് മാത്രം ഓതി പോവുക ചെയ്യും. ഇവിടെ ചിലപ്പോ ആ ക്ലാസ് എടുക്കുന്നത് ആരാണോ ചിലപ്പോൾ അയാളുടെ മൗലിദായിരിക്കും അവിടെ പാരായണം ചെയ്യുക. അയാള്
രചിച്ച മൗലിദായിരിക്കും, അല്ലെങ്കിൽ ആ പള്ളിയിലാണെങ്കിൽ, അല്ലെങ്കിൽ ആ ക്ലാസ് നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവിടെ ഓരോ ക്ലാസ് നടക്കുന്ന ഏരിയകളും, ഞാൻ അതിലേക്ക് അസറിന്റെ ഒരു സ്ട്രക്ചർ അതുകൊണ്ട് പറയേണ്ടി വരും എന്ന് പറഞ്ഞു, അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ റാലികൾ നടക്കുന്നുണ്ട് ഇങ്ങനെ തുരീക്കത്തുകളുടെ കീഴിലായിട്ട്. റാലികൾ മീൻസ് ഒരുപാട് റാലികളൊന്നുമില്ല. നബിദിനത്തിന്റെ അന്ന് ഇപ്പോൾ ഇവിടെ വ്യാഴാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്, സെപ്റ്റംബർ 4 വ്യാഴാഴ്ച, അന്ന് വൈകിട്ട്. അതുപോലെ തന്നെ എല്ലാ വർഷവും നബിദിനത്തിന്റെ അന്ന് വൈകിട്ട് ഒരു അസറിനോടനുബന്ധിച്ച് അസർക്ക് ശേഷമൊക്കെ ആയിട്ട് ഈ മൊത്തത്തിൽ ത്വരീക്കത്തുകളുടെ ഒരു കേന്ദ്രമുണ്ട്. എല്ലാ ത്വരീക്കത്തിനും ഒരു കേന്ദ്രമുണ്ട്, എല്ലാ ത്വരീക്കത്തുകൾക്കും കേന്ദ്രമുണ്ട്. ഈ ത്വരീക്കത്തുകളുടെ എല്ലാം കൂടി മിക്സ് ആയിട്ടും ഒരു കേന്ദ്രമുണ്ട്. ഈ കേന്ദ്രം മുതൽ നമ്മളെ സലല്ലാഹുവിന്റെ പള്ളി വരെ, മക്കാമ് വരെ ഒരു റാലി ഉണ്ടാവും. അത് കൂടുതൽ ദൂരമൊന്നുമില്ല, ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ മാക്സിമം ഉണ്ടാവും. അപ്പൊ ആ ഒരു ദൂരം ചെറിയൊരു റാലി നല്ല രീതിയിൽ, നിങ്ങൾ ചിലപ്പോൾ അതിന്റെ വീഡിയോസ് ഒക്കെ ഈജിപ്തിലെ നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള ആളുകളൊക്കെ അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിലിതുപോലെയുള്ള വാദ്യോപകരണങ്ങളും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാവുക. നല്ല ബൈത്തുകളൊക്കെ പാടിയിട്ട് അവരുടെ ത്വരീക്കത്തിന്റെ പേരും ഫ്ലക്സ് ഒക്കെ പിടിച്ചിട്ടുള്ള റാലികൾ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഫ്ലക്സ് മീൻസ് അത് ശീലയിൽ എഴുതി വെച്ച സാധനങ്ങളായിരുന്നു. ഓക്കെ, ഇവിടെ അസറിന്റെ അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലാസ്സുകളുടെ ഒരു സ്ട്രക്ചർ അതെങ്ങനെയെന്ന് വെച്ചാൽ, അസർ പള്ളി ഉണ്ട്, പിന്നെ നേരെ റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സലല്ലാഹുവിന്റെ റസൂ ഷരീഫ് ദഫൻ ചെയ്തിട്ടുള്ള മറമാടിയിട്ടുള്ള ഹുസൈൻ പള്ളി ഉള്ളത്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഖാൻ ഖലീലി സ്ട്രീറ്റ്, ഈജിപ്തിന്റെ ഒരു ഐക്കണിക് പ്ലേസ് ആണ് ഇതൊക്കെ. ഈ അസർ പള്ളിയിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, നമ്മൾ പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള ക്ലാസ്സുകൾ. അസർ പള്ളിയിൽ തന്നെ ക്ലാസ്സുകൾ നടക്കുന്ന ഒരുപാട് ഏരിയകളുണ്ട്, അവിടങ്ങളിലൊക്കെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ അസർ പള്ളിയുടെ തൊട്ടപ്പുറത്താണ് പഴയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. ഇപ്പോഴും അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ഡിഗ്രി ലെവലിലൊക്കെ ഉള്ള. ചില സ്ഥലങ്ങളിൽ PhDയും PG ഒക്കെ ഉണ്ട്. അപ്പോൾ പഴയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് അസർ പള്ളിയുടെ തൊട്ടടുത്താണ്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മക്കാമുള്ള സ്ഥലം. ഇതിന്റെ ഏരിയകളിലാണ് ഞാൻ പറഞ്ഞ ഈ ത്വരീക്കത്തുകളുടെ ഒക്കെ ഓരോ കേന്ദ്രങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഈ ത്വരീക്കത്തുകളുടെ കേന്ദ്രങ്ങൾ എന്ന് മാത്രമല്ല, അവരവിടെ ഫ്രീ ആയിട്ട് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാൻ, നമ്മൾക്ക് ആ ഏരിയയിൽ താമസിച്ചിരുന്ന സമയത്ത്, നമ്മൾ വന്ന വർഷം അവിടെ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടാവും, നമുക്കൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഫ്രീ ആയി കിട്ടുന്ന, ഓരോ നേരത്തും 3 നേരത്തും 4 നേരത്തും 5 നേരത്തൊക്കെ ഭക്ഷണങ്ങൾ ഫ്രീ ആയി കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മളെ ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ ഒരു എന്തായിരിക്കും, സപ്പോർട്ടായിരിക്കും ഇവരുടെ ഈ രീതികളൊക്കെ. അപ്പൊ നമ്മളൊക്കെ അവിടെ നിന്നൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സാഹ എന്നതിന് പറയാം, സാഹ ഖൈരിയകൾ ഉണ്ടാവും, ചാരിറ്റി ആയിട്ട് നടക്കുന്ന സാഹകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സാഹ ഇൽമിയകൾ ഉണ്ടാവും, ഇൽമിയായ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ പ്രധാനമായിട്ട് അങ്ങനെ ക്ലാസ്സുകൾ നടക്കുന്ന ഒന്നാണ് സാഹത്തുൽ ഖസാസ്, അതുപോലെ തന്നെ സാഹത്ത്. ഇതൊക്കെ ഓരോ വലിയ വലിയ ഷെയ്ഖുമാരുടെ പേരിലായിരിക്കും ഇതുണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന വലിയ വലിയ ഷെയ്ഖുമാരുടെ പേരിൽ ഇവിടെയൊക്കെ നടക്കുന്ന ക്ലാസ്സുകൾ അസർ പള്ളിയിലും അല്ലെങ്കിൽ അസർ യൂണിവേഴ്സിറ്റിയിലും, അതുപോലെ തന്നെ അവിടങ്ങളിലൊക്കെ ക്ലാസ് എടുത്ത് വലിയ വലിയ ആളുകൾ തന്നെ ആയിരിക്കും ഈ പറയപ്പെട്ട സാഹ ഇൽമിയകളിലും ക്ലാസ് എടുക്കുക. ഇവിടെ പിന്നെ എന്തിനാ ക്ലാസ് വെക്കണമെന്ന് പറഞ്ഞാൽ, ചിലരൊക്കെ ചില സാഹക്കാര്, ചില ആളുകൾ, സ്ഥാപനങ്ങൾ അവര് ചെറിയ ഫീ വാങ്ങിയിട്ട് ക്ലാസ് വെക്കും. ചിലര് അതൊരു സേവനം എന്നുള്ള അർത്ഥത്തിലും ക്ലാസ് വെക്കും. ഇപ്പൊ നമ്മളുടെ കേരളത്തിൽ നിന്നാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും നമ്മളെ ബറേൽവികൾ, അവർ നമ്മളെ അഹമ്മദ് റസാ ഖാൻ ബറേൽവി തങ്ങളുടെ പേരിൽ ഇവിടെ ഒരു സാഹ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ EP സുഹൃത്തുക്കളാണെങ്കിൽ അവരവരുടെ ഇതിൽ ഓരോ സാഹ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ പ്രോഗ്രാമുകൾ നടത്തുക, അവരുടെ കുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ഈജിപ്ഷ്യൻസ് ഇവിടെ സാഹകൾ നടത്തുന്നുണ്ട്, അവരവരുടെ അസരി മന്യേഴ്സ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. അത് ഫുൾ ഫോക്കസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ചെറിയ ദൗറകളായിട്ടായിരിക്കും കൊടുക്കുക, ഉസൂൽ ഫിഖിലുള്ള ദൗറ, ഫിഖിലുള്ള ദൗറ, മിറാഫിലുള്ള ദൗറ എന്നൊക്കെ പറഞ്ഞിട്ട് ദൗറകളായിരിക്കും കൊടുക്കുക. അസർ പള്ളിയിൽ ക്ലാസ്സുകൾ ഉണ്ടാവും, പണ്ട് മുതലേ നടന്നു വരുന്ന ക്ലാസ്സുകൾ ഇപ്പോഴും സ്ട്രക്ചർഡ് ആയിട്ട് നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ്സുകളുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത്, അപ്പോൾ അതിനും അവിടെ പ്രത്യേകമായിട്ടുള്ള കോൺഫറൻസുകളോ ഒക്കെ അസർ പള്ളിയിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അസർ പള്ളിയിലെ പ്രവർത്തനങ്ങളും യൂണിവേഴ്സിറ്റിയിലെ പ്രവർത്തനങ്ങളും ഒക്കെ വേറെ നോക്കുക. അവസാനം ചെന്നെത്തുന്ന ഒറ്റ ബോഡിയിലാണെങ്കിൽ അസർ ഷരീഫ് എന്നുള്ള ഷെയ്ഖുൽ അസറിന്റെ നേതൃത്വത്തിലുള്ള ബോഡി ആണെങ്കിലും ഞങ്ങൾക്ക് ഓരോരോ കമ്മിറ്റികളും
അതിൻ്റെതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ സ്ട്രക്ചർ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ ഇവിടങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട അസർവള്ളിയിലാണെങ്കിലും പിന്നെ ഈ പറയപ്പെട്ട സാഹ ഇൽമിയായ ക്ലാസ്സുകൾ നടക്കുന്ന സാഹകളിലാണെങ്കിലും സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ നബിദിനായി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള ഒരുപാട് പള്ളികളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ സാഹ എന്ന് പറഞ്ഞത് ഇങ്ങനെ ഓരോ ചിലപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ചിലപ്പോൾ ഒരു റൂം വാടക എടുത്തിട്ട് അവരങ്ങനെ നടത്തുന്നതായിരിക്കും. ഈ പിന്നെ പള്ളികൾ തൊട്ടപ്പുറത്തുള്ള അസർ പള്ളി അല്ലാത്ത നബ്സലാന്റെ പള്ളിയിൽ അല്ലെങ്കിൽ പിന്നെയും കുറെ പള്ളികളുണ്ട് ഇവിടെ ചുറ്റുവട്ടത്ത്. ഈ പള്ളികളിലൊക്കെ ക്ലാസ്സുകൾ നടക്കും. സാധാരണ വർഷത്തിലെല്ലാ ദിവസവും അധിക ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെയൊക്കെ അപ്ഡേഷൻസും പരസ്പരം പങ്കുവെക്കപ്പെടാറുണ്ട്. നബിദിനം റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കാര്യപരിപാടി എന്ന് പറഞ്ഞാൽ സീറകൾ പാരായണം ചെയ്യുക, മൗലിദ് ഓതുക, അതുപോലെ തന്നെ പിന്നെ മദ്ഹകൾ പാരായണം ചെയ്യുക, ബുർദ പാരായണം ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക പണ്ഡിതന്മാരാണെന്നുണ്ടെങ്കിൽ ആ ബുർദയുടെ അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ലോകവിയായ ചർച്ചകൾ നടത്തുക. ഈ രീതിയിലൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, പ്രധാനപ്പെട്ട ഒരു റബീഉൽ അവ്വലിലെ പരിപാടികൾ എന്ന് പറയുന്നത്. സീറ, മദ്ഹ്, ഷമാഇല്, ഇതിൻ്റെ ഒക്കെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലാസ്സുകളുടെ രീതി എന്ന് പറഞ്ഞാലും ഈ ക്ലാസ്സുകൾ വെറുതെ എടുത്തു പോകുമല്ല, അതിൻ്റെ ഒരു സനത് കൂടെ ഇജാസത്ത് കൂടെ കൊടുത്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. ഇവിടെ ഉള്ള എല്ലാ അധിക ക്ലാസ്സുകളും അങ്ങനെ ആയിരിക്കും. ചിലപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഇജാസകൾക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഫീ ഉണ്ടാവും. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ദുത്തൂർമാരൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകളൊക്കെ അതിന്റെ ഇജാസത്ത് കൂടെ അത് കേൾക്കുന്ന ആളുകൾക്ക് വരുന്ന ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ റബീഉൽ അവ്വലിൽ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് എൽമിയായിട്ടുള്ള ഒരു നബിദിനാഘോഷം. അതിനപ്പുറത്ത് നമ്മൾ ഇവരുടെ ഒരു പൊതുവായിട്ടുള്ള നബിദിനാഘോഷം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ഇതിനെ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നബിദിനത്തിന്റെ അന്നുള്ള ഒരു റാലി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചെറിയ പള്ളികളിലുള്ള ഓരോ സംഗതികൾ കാണാൻ പറ്റും. പിന്നെ മറ്റൊന്ന് ഇവരുടെ നബിദിനായി കഴിഞ്ഞാൽ റബീഉൽ അവ്വൽ ആയി കഴിഞ്ഞാൽ ഹലാവത്തുൽ മൗലിദ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ നാട്ടില് ബേക്കറി കടകൾക്ക് പുറമെ ഈ ഹലവയാത്ത് സ്വീറ്റ്സ് അതൊരു ഒഫീഷ്യൽ ബ്രാൻഡ് ഒന്നും ആയിട്ട് ഉണ്ടാവും, ഇപ്പൊ ഉണ്ടാവും, ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഇവിടെ അങ്ങനെ ഒഫീഷ്യൽ ബ്രാൻഡായിട്ട് കൊണ്ടു നടക്കുന്ന കുറെ ഹൽവയാത്ത് ഉണ്ട്, സ്വീറ്റ്സ് കടകളുണ്ട്. അപ്പൊ അവരൊക്കെ നബിദിനായി കഴിഞ്ഞാൽ ഹലാവത്തുൽ മൗലിദ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ബ്രാൻഡിൽ നബിദിന സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ ഇവർക്ക് ഒരു നമ്മളുടെ കടല അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്, എൻ്റെ റൂമിലുണ്ട്. പിന്നെ അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇവര് ഇറക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതും ഇത് ഇവരിറക്കാന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മളെ വലിയ വലിയ കമ്പനികളൊക്കെ അവരുടെ എംപ്ലോയീസിന് ഇതൊരു ഹലാവത്തുൽ മൗലിദ് അതിൻ്റെ ഒരു പാക്ക് നബിദിന ഹദിയായിട്ട് കൊടുക്കാറുണ്ട്, വലിയ വലിയ കമ്പനികൾ തന്നെ. പിന്നെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പ്രത്യേകിച്ച് കൈറോയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയൊക്കെ മുസ്ലിങ്ങളാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ആയിട്ടുണ്ട്. ഒരു മോഡേൺ രീതിയിൽ തലമറച്ച് നടക്കാത്ത പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ മോഡേണായി നടക്കുന്ന മുസ്ലിം പെൺകുട്ടികൾ പോലും നബിദിനം വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്നല്ല, നബിയോടുള്ള ഹുബ്ബും നബിദിനത്തോടുള്ള ഹുബ്ബും ഒരിക്കൽ ഞങ്ങൾ ഇങ്ങനെ ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ കാണും. ക്ലാസ്സിന് പോയപ്പോൾ ഒരു തസൂഫിന്റെ ക്ലാസ് ആയിരുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ഏതാ ക്ലാസ് എന്നുള്ളത്. അപ്പൊ അന്ന് തസൂഫിന്റെ ക്ലാസ് കേൾക്കാൻ വന്ന നല്ല ഒരു പെണ്ണ് ഡൗട്ട് ചോദിക്കാൻ പറ്റും. നമ്മൾ നോക്കിയപ്പോ സമയത്ത് തലൊന്നും മറച്ചിട്ടില്ല, തസൂഫിന്റെ ക്ലാസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു എന്നാലും അതിനോടൊക്കെ ഒരു താല്പര്യം മുസ്ലിങ്ങൾ തന്നെയാണ്, നമുക്ക് അവരെ പുറത്താക്കാനൊന്നും പറ്റില്ലല്ലോ, മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ എന്നാലും അതിനോടൊക്കെ ഒരു താല്പര്യവും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇതൊരു ഈജിപ്തിന്റെ തലസ്ഥാനാണ് കൈറോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്ത സംസ്കാരങ്ങളും പല രീതിയിലുള്ള അപ്ഡേഷൻസും ഒക്കെ നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഹലാവത്തുൽ മൗലിദ് എന്ന് പറയുന്ന ഒരു ഇവര് പബ്ലിക്കായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഹലാവത്തുൽ മൗലിദ്. ഈ ഹലാവത്തുൽ മൗലിദ് തന്നെ പല രീതിയിലുള്ള സ്വീറ്റ്സ് ഇവര് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഹലാവത്തുൽ മൗലിദ്, പിന്നെ ഹിസ്വാനുൽ മൗലിദ്, പിന്നെ അറൂസ എന്ന് നമുക്കറിയാം, എന്ത് മണവാട്ടി. പിന്നെ ഹിസ്വാനുൽ മൗലിദ് പറഞ്ഞ നബിദിനത്തിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുതിര. ഇത് രണ്ടും എന്താണെന്ന് വെച്ചാൽ ഇതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫാത്തിമികളുടെ കാലഘട്ടം മുതലേ നബിദിനം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ നിന്നാണ് നമുക്ക് വേണമെങ്കിൽ പറയാം.
അപ്പൊ അന്നത്തെ കാലത്ത് ഫാത്തിമി ഭരണാധികാരി നബിദിനത്തോടനുബന്ധിച്ച് അയാൾ പുറത്തിറങ്ങും, അയാളുടെ വൈഫിനെ കൂട്ടിയിട്ടൊക്കെ പുറത്തിറങ്ങും. അങ്ങനെ കുതിര ഉണ്ടാവും, അയാളുണ്ടാവും, വൈഫ് ഉണ്ടാവും, ഒരു സംഘമായിട്ടാണ് പുറത്തിറങ്ങുക. അതില് മധുരങ്ങൾ അവർ വിതരണം ചെയ്യും. ആ രീതി ഈ ഒരു സംഘത്തെ പിൽക്കാലക്കാരായിട്ടുള്ള ആളുകള് ഈ ഒരു സംഘം പുറത്തിറങ്ങണേന്, രാജാവും ഈ അദ്ദേഹത്തിന്റെ മണവാട്ടിയൊക്കെ പുറത്തിറങ്ങണേന് ആ ഒരു രീതിയെ അവര് മധുര പലഹാരങ്ങളുടെ രൂപത്തിൽ കൊണ്ടുവന്നു എന്നാണ് ചരിത്രം. അപ്പൊ ഈ രാജ്ഞിയുടെ രൂപത്തില് മധുരങ്ങള്, രാജാവ് കുതിരമ്മ കയറിയിട്ടാ വരുന്നെങ്കിൽ രാജാവും കുതിരയുടെ രൂപത്തില് മധുരങ്ങള്. അത് പിൽക്കാലത്ത് പാവകളുടെ രൂപത്തിലേക്ക് വന്നു. ഈ മണവാട്ട രൂപത്തിലുള്ള മധുരങ്ങളാണെങ്കിൽ പിന്നീട് അത് മണവാട്ടിയുടെ രൂപത്തിലുള്ള ഈ രാജ്ഞിയുടെ രൂപത്തിലുള്ള പാവകളായിട്ട് വന്നു. പിന്നെ രാജാവിന്റെ രൂപത്തിലുള്ള പാവകള് ആ രീതിയിലൊക്കെ വന്നു. ഇപ്പൊ സ്വീറ്റ്സ് ഒന്നും പ്രതിമകളുടെ രൂപത്തിൽ ഒന്നും പാവകളുടെ രൂപത്തിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല, അപൂർവമായിട്ടുണ്ടോന്ന് അറിയില്ല. പിന്നെ പാവകളാണ് ഇപ്പോൾ നിരന്തരം നമുക്ക് നബിദിനായി കഴിഞ്ഞാൽ ഈ പാവകള് നമുക്ക് കാണാൻ പറ്റും. രാജ്ഞിയുടെ രൂപത്തിലുള്ള പാവകള്, ഇങ്ങനെ കുതിരയുടെ രൂപത്തിലുള്ള പാവകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ചരിത്ര വശം കൂടെ ഇതിനുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കച്ചവടത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ അങ്ങനെ പോകും. പിന്നെ ഇനി പ്രധാനമായിട്ടും ഇവിടെ ചൊല്ലുന്ന സീറ എന്ന് പറയുന്നത്, സീറകള് അല്ലെങ്കിൽ മൗലിദ് എന്ന് പറയുന്നത്, മൗലിദുൽ ബർസഞ്ചി ഉണ്ട്, ഷെയ്ഖ് ജാഫർ ബിൻ ഹസൻ തങ്ങളുടെ, ബർസഞ്ചി തങ്ങളുടെ മൗലിദുൽ ബർസഞ്ചി ഓതാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ ക്ലാസ് എടുക്കുന്ന ആരാണോ അയാളുടെ രീതിയിൽ അയാൾ രചിച്ച മൗലിദ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു ഷെയ്ഖ് അബ്ദുൽ അസീസ് ഷഹാബി ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഷെയ്ഖു ഷാഫിഈന ബി നസ്ർ എന്ന് പറയപ്പെടുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മൗലിദ് ഷഹാവി, അവരുടെ ഫാമിലിയുടെ മൗലിദ് ഷഹാവി ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ സ്വാലി ജാഫരി തങ്ങൾ എന്ന് പറയുന്ന വലിയൊരു മഹാനാണ്, വഫാത്തായിട്ടുണ്ട്. അവരെ അയച്ചൊരു മൗലിദുണ്ട്. അവരുടെ പള്ളിയിലാണെങ്കിൽ ആ മൗലിദായിരിക്കും പാരായണം ചെയ്യാം, ബാക്കിയുള്ള ഇല്ലാന്നല്ല, ആ രീതിയിൽ പാരായണങ്ങൾ നടക്കാറുണ്ട്. പിന്നെ കിതാബ് ഷിഫയുടെ ക്ലാസ്സുകൾ നടക്കാറുണ്ട്. പിന്നെ ഔജസു സിയർ ലി ഖൈറിൽ ബശർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന ഗ്രന്ഥം പാരായണം ചെയ്യാറുണ്ട്. സീറകളിലൊക്കെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സീറയാണ്. പിന്നെ ബിദായത്തു സൂലി ഫി തഫ്സീൽ റസൂൽ, അൽ മുൻതഖബ് മിന ഷമായിൽ, പിന്നെ ഷമായിൽ മുഹമ്മദിയ, ഉർഫു താരിഫ് ബി മൗലിദിൽ ഷരീഫ് ബിൽ ജസരി തങ്ങളുടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീറ തന്നെ ഇവര് രചിച്ച സീറകൾ ഉണ്ടാവും, ചെറിയ സീറകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ അവര് ഇത്തരം ക്ലാസ്സുകളിൽ. അപ്പോൾ നമ്മളിവിടെ നബിദിന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സീറകൾ മനസ്സിലാക്കാനും ഒരുപാട് മൗലിദുകൾ മനസ്സിലാക്കാനും ഷമായിലിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഷമായിൽ അത് അതായത് ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാനും അതിനൊക്കെ നമുക്ക് നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാവുക എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം, ഇതൊക്കെ ആസ്വദിക്കാനുള്ള ഒരു കഴിവാണല്ലോ. ആസ്വാദനത്തെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ നമ്മൾ അറബ്സ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഹഖീഖത്ത് എന്താണെന്ന് നമുക്ക് ചിലപ്പം ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മൾ ബുർദയാണെങ്കിൽ പോലും നമുക്കതിൻ്റെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത്, നമുക്കതിൻ്റെ അർത്ഥം അറിയെങ്കിൽ അതിൻ്റെ ആ അർത്ഥത്തിന്റെ ലിമിറ്റ്, മലയാള അർത്ഥത്തിന്റെ ലിമിറ്റ് വരെയാണ് നമുക്കതിന്റെ ആസ്വാദനം. പക്ഷെ അറബ്സ് അതിനെ ആസ്വദിക്കുന്നത് കാണുമ്പോൾ ഈ ആസ്വാദനത്തിൽ ഏറ്റവും ഒരാൾ ആസ്വദിക്കുന്നത് കണ്ട് നമുക്ക് ആസ്വാദനം തോന്നുന്ന ഒരാളാണ് ഹബീബ് അലി ജിഫ്രി തങ്ങൾ. മൂപ്പര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഹബീബ് അലി ജിഫ്രി. മൂപ്പര് ഇവിടെ നബിദിനത്തിന്റെ സമയത്ത് ഉണ്ടാവാറുണ്ട്. ഈ വർഷം ഇവിടെ 2 മാസത്തെ ഉറക്ക് വന്ന ചിലർക്കൊക്കെ മൂപ്പരുടെ ക്ലാസ്സിൽ എന്തായാലും പോകണം എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചിരുന്നു. അപ്പൊ അവരും പറഞ്ഞത് ഭയങ്കര ഒരു അനുഭൂതിയാണെന്നാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ സാഹ ഇൽമിയകള്, ഈ നമ്മളെ യമനിൽ നിന്ന് വരുന്ന പണ്ഡിതന്മാരുടെ, യമനികളുടെ ഒരു സാഹയാണ്, അവരുടെ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലമാണ് റൗദത്തു നഈം എന്ന് പറഞ്ഞിട്ട്. അവിടെ റബീഉൽ അവ്വൽ 12 രാത്രി, 12 രാത്രി, അതായത് തലേന്ന് രാത്രി 12 മണി മുതൽ സുബി സമയം വരെയൊക്കെ, അതായത് ആ കറക്റ്റ് സമയത്ത് നല്ല മദ്ഹകള് മൗലിദുകളൊക്കെ ഉണ്ടാവും. ഈ വർഷവും പല വർഷങ്ങളിലായിട്ട് ഹബീബ് അലി ജിഫ്രി അതിൽ വരാറുണ്ട്. അദ്ദേഹം വരുന്നു മാത്രല്ല, അദ്ദേഹം ആ സമയം മൊത്തം അത് ആസ്വദിച്ചിരിക്കും.
നിങ്ങൾ ചിലപ്പോൾ മൂപ്പരെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാൽ മതി. മൂപ്പരെ തന്നെ ആസ്വദിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു രസമായിരിക്കും. മൂപ്പരുടെ ആ ഒരു മുഖവും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ, നമുക്കൊരു നല്ലൊരു രസമായിരിക്കും. മൂപ്പരുടെ ക്ലാസ്സുകൾ തന്നെ അങ്ങനെയാണല്ലോ. അപ്പൊ മദ്ഹ് ആസ്വദിക്കുന്നത്, അതുപോലെ തന്നെ ചെറിയ താളത്തില് നല്ല രീതിയിലൊരു കൊട്ടും പാട്ടും, അപ്പൊ അതൊക്കെ നമുക്ക് എത്രത്തോളം ആസ്വദിക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ചിലപ്പോൾ സമയം കൂടുതലാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആസ്വാദനത്തിന്റെ ഇതൊക്കെ പോകും. പക്ഷെ ഇവരങ്ങനെയല്ല, 6-7 മണിക്കൂറും. ഇവിടുത്തെ ക്ലാസ്സുകളെ അങ്ങനെയാണ്, 3-4 മണിക്കൂർ അടുപ്പിച്ചുള്ള ക്ലാസ്സുകൾ, സാധാ ക്ലാസ്സുകൾ. അപ്പൊ മദ്ഹ് നബിദിനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ 12 മണി മുതൽ സുബഹി വരെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായല്ലോ. അപ്പൊ ആ രീതിയിലുള്ളൊക്കെ. അപ്പോ ഇത് ഞാൻ ഹബീബ് അലി ജിഫ്രി തങ്ങളെ ഏറ്റവും വലിയൊരു ആസ്വാദകനായിട്ട് എനിക്ക് തോന്നിയ ഒരാളാണ് മൂപ്പര്. അതുപോലെ തന്നെ ഇവര് അറബ്സ് ഒക്കെ മൊത്തത്തിൽ അങ്ങനെയല്ല, നമുക്ക് അതിന് ആസ്വാദനത്തിന് ലിമിറ്റ് ഉണ്ടാവും, ഭാഷ ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ ഇവര് അവരുടെ ഭാഷ ആയതുകൊണ്ട് തന്നെ അവരതിനെ കറക്റ്റ് ആസ്വദിക്കുന്നത് കാണാം. പിന്നെ റസൂലുള്ളാഹി ഓർത്ത് കരയുന്നത് കാണാം. അപ്പോഴൊക്കെയാണ് നമുക്ക് നബിദിനത്തിന്റെ ആ ഒരു സംഗതി സത്യത്തിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരാളാണ് നമ്മളെ അലി ജുമാ തങ്ങളുടെ ഒക്കെ സീറയിലുള്ള ക്ലാസ് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. പഴയ ക്ലാസ് ആണ്, പക്ഷെ നമുക്ക് നല്ല റസൂലുള്ളാഹിയെ ഫസ്റ്റ് ടു ലാസ്റ്റ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയ ക്ലാസ്സുകളാണ്. സീറത്തുൻ നബവിയ്യ എന്നോ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. ഒരു അരമണിക്കൂർ 20 മിനിറ്റ് ഒക്കെ ഉള്ള ക്ലാസ്സുകളാണ്. അത് നിങ്ങൾ കേട്ടു നോക്കൂ, നല്ല രസമുള്ള ക്ലാസ്സുകളാണ്. പിന്നെ അവരുടെയൊക്കെ സംസാരം തന്നെ നമുക്ക് നല്ല ഒരു വൈബ് തരുന്ന, വൈബ് മീൻസ് ഇതുമായി ബന്ധപ്പെട്ട വൈബ് തരുന്ന നല്ലൊരു ആസ്വാദനം തരുന്ന ക്ലാസ്സുകളാണ്. റസൂലുള്ളാഹി മനസ്സിലാക്കാനും റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബ് നമ്മുടെ മനസ്സിൽ വരുത്താനൊക്കെ പറ്റിയ ക്ലാസ്സുകളാണ്. പിന്നെ ബുർദ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ, ഇപ്പൊ എന്നെ പേഴ്സണലായിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ബുർദ എന്നുള്ളത് മാത്രമല്ല, കവിതകളോടൊന്നും അത്രക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു ആളായിരുന്നു. ഇവൻ ഞാൻ നമ്മളെ നാട്ടിൽ അൽഫിയ പഠിക്കുമ്പോഴും പഠിപ്പിക്കുന്ന സമയത്തൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ പറയും, എന്തിനാണ് അൽഫിയ പഠിക്കുന്നത്, ഇപ്പോഴത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്നുള്ളത്. ഞമ്മടെ വന്ന സമയത്ത് നമുക്ക് ഈജിപ്തിന്റെ ഒരു കാറ്റ് നമ്മൾ കടിക്കുക എന്ന് പറഞ്ഞാല്, ഇവിടൊക്കെ എല്ലാവരും മത്തിന് ഹിഫ്ലാക്കുന്ന ആളുകളാണ് അധികം ഈജിപ്ഷ്യൻസ് മീൻസ് ഇൽമിന്റെ ഇതില് ഇടപെടുന്ന ആളുകൾ. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും എല്ലാവർക്കും ഖുർആൻ തന്നെ അധികം ആളുകൾക്കും ഹിഫ്ള്, എല്ലാവർക്കും നല്ല കുറെ ആളുകൾക്ക് ഹിഫ്ള് ഉണ്ടാകും. ഓരോ വാക്കുകളും സൂക്ഷിച്ചു പറയാനുള്ളത്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് എഡിറ്റിംഗ് വരുത്തുന്നത് വാക്കുകളിൽ തന്നെ. അപ്പോ ഒരുപാട് ആളുകൾക്ക് നമ്മളെ നാട്ടിലേക്കാൾ കൂടുതൽ ആളുകൾക്ക് ഇവിടെ ഖുർആൻ ഹിഫ്ള് ഉണ്ടാവും. ഇപ്പൊ നമ്മള് ടാക്സിയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഡ്രൈവർ ഹാഫിളാണോ ചോദിക്കും, അസറിലാണ് പഠിക്കണ പറഞ്ഞാൽ പിന്നെ ഖുർആൻ അറിയോ ഹാഫിളാണോ ചോദിക്കും. നമ്മളെ കൊണ്ട് ഓദിക്കും, ഹാഫിളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഹാഫിലിങ്ങളെ കൊണ്ട് ഓദിക്കും. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ വക ഒരു ഓത്തുണ്ടാവും. ഇയാൾ ഡ്രൈവ് ചെയ്യായിരിക്കും, അവരുടെ വക ഒരു ഓത്തുണ്ടാവും. അതുപോലെ തന്നെ കോഴിക്കടയിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇവിടുത്തെ ചെറിയ ചെറിയ കോഴിക്കട മീൻസ് അതാണല്ലോ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ലോക്കൽ കട എന്നല്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്, ഖുർആൻ റെക്കോർഡ് ചെയ്ത് വെക്കണതിനൊക്കെ. ഇപ്പോൾ ടാക്സികളിലാണെങ്കിലും ഷെയർ ടാക്സികളിലാണെങ്കിലും ഒക്കെ നമുക്ക് ഖുർആൻ ഇങ്ങനെ ഉറക്കെ ഇവര് ബോക്സുകളിൽ വെച്ചതായിട്ട് കാണാൻ പറ്റും, ഇവരും ഓതുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ബർക്കത്തിന് ഖുർആൻ തന്നെ വണ്ടിയുടെ മുന്നിൽ വെച്ച് പോകുന്ന ആളുകളെ കാണാൻ പറ്റും. ചിലപ്പോൾ അവർ ഓതുന്നുണ്ടാവും, പല സമയങ്ങളിൽ ഓതുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ റമദാനിൽ നമുക്ക് കാണുന്ന ഒരു കാഴ്ചയാണ്. ചിലപ്പോൾ ട്രാഫിക്കിലൊക്കെ ഉള്ള പോലീസുമാര് അവർ ബാക്കിയുള്ള സമയത്ത് ഇരുന്ന് അതിന്റെ നടുവില് യൂട്ടേണിന്റെ ഒക്കെ അവിടെ ചെറിയ ട്രാഫിക് ഇരിക്കാൻ പറ്റിയ ചെറിയ ഏരിയകൾ ഉണ്ടാവും, അവിടേക്ക് ഇരുന്നിട്ട് ഈ ട്രാഫിക് പോലീസും ആളുകളൊക്കെ ഖുർആൻ ഓതുന്ന സംഗതിയാണ്. അവരുടെ കൾച്ചറിന്റെ പറയാൻ മൊത്തത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പോ പറഞ്ഞു വരുന്നത് ബുർദയിൽ നിന്നാണ് ഇങ്ങനെ കയറിപ്പോയത്. നമ്മളിവിടെ വന്ന സമയത്ത് ഞാൻ നാട്ടിൽ അങ്ങനെ പൊതുവെ കവിതകളോടോ അല്ലെങ്കിൽ ഈ ബൈത്തുകളോടൊക്കെ ഒരു താല്പര്യമില്ലാത്ത ആളായിരുന്നു. അപ്പൊ പിന്നീട് എന്തായി, ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈജിപ്തിന്റെ ഒരു കാറ്റടിച്ചു എന്നാണ് ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. നമുക്ക് അതിനോടൊക്കെ ഒരു താല്പര്യം വന്നിരുന്നു, ഈ കവിതകളോടൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചാണ് അൽഫിയ, എന്നാലും ഇവിടെ വന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഈ ബുർദയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ബുർദ പറഞ്ഞിട്ട് നമ്മള് മറ്റ് പാട്ടുകളൊക്കെ പാടും, ബുർദ മജ്ലിസ് പറഞ്ഞിട്ട് നമ്മൾ ബാക്കി പാട്ടുകൾ പാടും. പക്ഷെ ഇവിടെ ബുർദക്കൊക്കെ നല്ല പ്രാധാന്യം കൊടുത്ത് പാടുകയും അതിനെ കൃത്യമായി മനസ്സിലാക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ
സദസ്സുകൾ നമുക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാല് എൽമിയായിട്ടാണ് ഇവിടുത്തെ നബിദിനാഘോഷം നമുക്ക് ഇവർ പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. ഇവരുടെ മറ്റൊരു ആഘോഷം ശരിക്ക് നമ്മളെ നാട്ടിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആഘോഷിക്കുന്നത് റബീഉൽ അവ്വലാണ്. ഇവരങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആഘോഷിക്കുന്നത് റമളാനാണ്. റമളാനിൽ ഇതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ റബീഉൽ അവ്വലിന് ഇവര് പാവകളും ഹലാവത്തുൽ മൗലിദൊക്കെയാണ് കാര്യമായിട്ട് നമ്മൾ സ്ട്രീറ്റിലൊക്കെ കാണുന്നത് എങ്കിൽ റമളാൻ ആയി കഴിഞ്ഞാലാണ് ലൈറ്റുകളും ഇപ്പൊ നമ്മള് റമളാനിനോടനുബന്ധിച്ചൊരു എന്താണ് പാനീസ് വിളക്കോ അതൊക്കെ ഇവിടെ വ്യാപകമായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മളെ നാട്ടിൽ നമ്മൾ റബീഉൽ അവ്വലിനെ അലങ്കരിക്കുന്ന രീതിയിൽ ഇവിടെ ഇവരെ അലങ്കരിക്കുന്നത് മാലകൾ വെച്ചിട്ടും ലൈറ്റുകൾ വെച്ചിട്ടും ഇനി ലൈറ്റ് ഇല്ലാത്ത മാലകൾ വെച്ചിട്ടൊക്കെ അലങ്കരിക്കുന്നത് റബീഉൽ അവ്വലിനാണ്. റമളാനിനാണ്. റബീഉൽ അവ്വലിന് ആ രീതിയിലുള്ള അലങ്കാരങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ ഈ രീതിയിലുള്ള ഹലാവത്തുൽ മൗലിദ് അത്തരത്തിലുള്ള സംഗതികളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇൽമിയായിട്ട് റസൂലുള്ളാഹിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ കാര്യമായിട്ടുള്ള മൗലിദ്. പിന്നെ 12ന്റെ അന്ന് വ്യാപകമായിട്ടില്ലെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ റാലികളൊക്കെ ഇപ്പൊ കൈറോയിൽ നമ്മൾ കാര്യമായിട്ട് കാണുന്ന ഒരു സ്ഥലം യൂസറുള്ളാഹിന്റെ അസർ പള്ളിയുടെ അടുത്തൊക്കെയുള്ള ഏരിയകളിൽ റാലി നടത്താൻ എന്നുള്ളതാണ്. പിന്നെ ചില മുഹാഫലകളിൽ ചില സ്റ്റേറ്റുകളിലൊക്കെ അവരുടേതായ രീതിയിൽ ഇതേപോലെ ചെറിയ റാലികളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിലും പറഞ്ഞു കേൾക്കുന്നു. ഇതൊക്കെയാണ് നബിദിനായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പിന്നെ ഇനി അസറിലെ ക്ലാസ് കാര്യങ്ങള് നിങ്ങളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ലിമിറ്റേഷൻസോ എന്തെങ്കിലും ഉണ്ടോ? അതിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. 1 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്, ഏകദേശം 40 മിനിറ്റ് ആയി. അപ്പൊ ഇനി ഈജിപ്തിലെ അസറിലെ മൊത്തത്തിൽ ഈജിപ്തിലെ പഠന സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇനി നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് അതിനുശേഷം ഇവിടുത്തെ പഠന കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. ആരുമില്ല, എല്ലാരും പോയോ? അത് ചോദിക്കാനൊന്നും ഇല്ലാത്തോണ്ടാണോ അതോ അവസ്ഥ? ഹലോ, ഓക്കെ? കേൾക്കുന്നില്ല? ഇല്ലല്ലോ, വോയിസ് ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ ഏതായിരുന്നാലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പഠനവുമായി ബന്ധപ്പെട്ട അസറിനെ പരിചയപ്പെടുത്ത കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ദാറുലുദയിൽ വരുന്ന ആളുകൾക്ക് എങ്ങനെയാണ് സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാം. ഇപ്പോ ഞാന് നമ്മളെ തൃശ്ശൂർ ചാമക്കാല പഠിച്ച ആളാണ്. 10 വർഷം അവിടെ പഠിച്ചു. ദാറുലുദയില് ഫിഖ് ഡിപ്പാർട്ട്മെന്റിൽ PG ചെയ്തു. നമ്മളവിടെ PG ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ പറയാം. നമുക്ക് എന്തായാലും ഉദവിയായി കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അത് ഇങ്ങനെ ഇസ്ലാമികമായിട്ട് നമ്മളെ ഫിഖ് രീതിയിൽ ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ ഹിസ്റ്ററി ആയിരുന്നു, ആ രീതിയിൽ BA ഹിസ്റ്ററി ആയിരുന്നു. അപ്പോൾ ആ രീതിയിൽ ചെയ്യണോ എന്നുള്ളത് എൻ്റെ ഒരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാതെ പുറത്തെവിടെയും ഈ രീതിയിലൊക്കെ ഒന്ന് പഠിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ പുറത്ത് പഠിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയപ്പോൾ പിന്നെ എവിടെ പഠിക്കണം എന്നുള്ളൊരു ചിന്തയായി. അങ്ങനെ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയണം, നമ്മൾ ഉസ്താമാരൊക്കെ പഠിച്ചാണ് മലേഷ്യ. പിന്നെ ഇങ്ങനെ നോക്കിയ സമയത്ത് മലേഷ്യ ഉണ്ട്, മൊറോക്കോ അന്നിങ്ങനെ പറഞ്ഞു കേട്ടിരുന്നല്ലോ. മൊറോക്കോ, പിന്നെ ടുണീഷ്യയിലെ മൊറോക്കോയിലും ടുണീഷ്യയിലും ഈജിപ്തിലാണ് ലോകത്തിലെ ഏറ്റവും പുരാതനമായിട്ടുള്ള ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലുള്ളത്, ജാമിഅത്തുൽ ഖറവിയ്യ മൊറോക്കോയില്. അപ്പൊ ആ രീതിയിലൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു. പക്ഷെ മൊറോക്കോയും ടുണീഷ്യ ഒക്കെ ആണെങ്കിൽ ഭയങ്കര എക്സ്പെൻസ് ആണ്. പിന്നെ നമ്മൾ ഈജിപ്തിനെ പറ്റി മനസ്സിലാക്കിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തിരുന്നു,
ഇവിടെ കൂടുതലായിട്ട് പഠിച്ചിരുന്നു. പഠിക്കാറ് നമുക്ക് കൂടുതൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ അവസരം കിട്ടിയിരുന്നു. അവസരം കിട്ടിയത് എങ്ങനെയെന്ന് പറഞ്ഞാല് ഇവിടെ നമ്മളെ മുമ്പ് തന്നെ 2-3 ഉദവി സുഹൃത്തുക്കൾ ഇവിടെ വന്നിരുന്നു. നമ്മൾ PGയിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അവരുടെ ക്ലാസ്സുകൾ വെച്ച് തന്നിരുന്നു. അങ്ങനെ ഇവിടത്തെ പറ്റി മനസ്സിലാക്കാനും ഇവിടെ നമ്മൾ വരികയാണെങ്കിൽ ഏകദേശം ഇവിടുത്തെ ഒരു ലിവിങ് കോസ്റ്റ് നമ്മൾ എത്രത്തോളം നമുക്ക് പറ്റിയ രീതിയിലാണെന്ന് അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അങ്ങനെ ആണ് പിന്നെ ഈജിപ്ത് മാത്രമല്ല ഇവിടെ തുറാസ് നമ്മളെ പഴയ രീതിയിലുള്ള സാധനങ്ങൾ നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം നിങ്ങൾക്ക് മനസ്സിലായോന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ദർസ് നടന്നിരുന്നില്ല, അതേ രീതിയിൽ ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിൽ പോലും ആ രീതിയിലായിരിക്കും ചിലപ്പോൾ ക്ലാസ്സുകൾ. അല്ലാതെ ഒരിക്കൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് നമ്മളെ സ്ഥാപനത്തിൽ ഉസ്താദന്മാരൊക്കെ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാംസ് എന്നൊക്കെ. ഇപ്പൊ നിങ്ങൾ ഹദീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും, ചാമക്കാലി ഹദീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഹദീസ് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും പ്രത്യേക ഇപ്പൊ നമ്മളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ പ്രോഗ്രാംസ് ഉണ്ടാകും. അപൂർവമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ വർഷത്തിൽ നടത്തേണ്ട ചിലപ്പോൾ എന്തെങ്കിലും സെമിനാറുകളായിരിക്കും ഉണ്ടാവുക. അല്ലാതെ ഇപ്പൊ നിങ്ങളൊക്കെ നടത്തുന്നത് പോലുള്ള പ്രോഗ്രാംസ് ഒന്നും ഇവര് നിരന്തരം നടത്തുന്ന നമുക്ക് കാണാൻ പറ്റില്ല. ഇനി നടത്തുന്നത് തന്നെ കുട്ടികളും ആവില്ല, ഒഫീഷ്യലി അതിന്റെ ആ ഇദാറയായിരിക്കും ആ പ്രോഗ്രാം ഒക്കെ നടത്തുക. കുട്ടികളുടെ ഒരു എൻഗേജ്മെന്റ് എന്നുള്ളത് അപൂർവമായിരിക്കും. ഈ സെമിനാറുകളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ദൗറകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ സംഘാടകർ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഇദാറായിരിക്കും അത് നടത്തുക. അപ്പൊ അങ്ങനെ യൂണിവേഴ്സിറ്റി ലെവലിലാണെങ്കിൽ പോലും ആ ഒരു പഴയ സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. സാധാ ക്ലാസ്സുകളാണെങ്കിലും യൂണിവേഴ്സിറ്റി ക്ലാസ്സുകളാണെങ്കിൽ പോലും എല്ലാം പഴയ ഒരു സ്ട്രക്ചറിലാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ബാധ്യസ്ഥയൊക്കെ നമ്മൾ പ്രത്യേകമായി പറയുന്നത് ഇവിടുത്തെ സമയത്തിന്റെ ഒരു കാര്യമാണ്. സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ടൈം എടുക്കും. ഇപ്പൊ ഞാന് നമ്മളെ മുമ്പ് വന്നൊരു ഉദവി സുഹൃത്ത് എന്ന് പറഞ്ഞല്ലോ, മൂപ്പര് PhD തന്നെയാണ് ഇവിടെ PhD ചെയ്യാണ് ഫിഖഹില്. അപ്പൊ മൂപ്പര് ഇപ്പൊ നാട്ടിൽ പോയിട്ട് കുറച്ചായി. ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ വേണമെന്നില്ല. നാട്ടിൽ പോയിട്ട് കുറച്ചായി. അപ്പൊ മൂപ്പര് ഒന്ന് എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു എന്താണ് ഇപ്പൊ മൂപ്പരുടെ നിലവിലെ സ്റ്റാറ്റസ്. മൂപ്പരുടെ സ്റ്റാറ്റസ് അല്ല, യൂണിവേഴ്സിറ്റിയിൽ മൂപ്പരുടെ സ്റ്റാറ്റസ് എന്താന്നുള്ളത്. അപ്പൊ അന്വേഷിച്ച സമയത്ത് PhD ആണെങ്കിൽ 6 വർഷത്തിനുള്ളിൽ തീർത്താൽ മതി, ഫസ്റ്റ് 6 വർഷം. പിന്നെ നമുക്ക് 6 വർഷം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നീട്ടാം, 3 വർഷം കൂടി നീട്ടാം. അപ്പൊ മൂപ്പര് 2021-22 ഇവിടെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പൊ മൂപ്പർക്ക് 2027 വരെ 2027 സെപ്റ്റംബർ വരെ മൂപ്പർക്ക് ഒരു കുഴപ്പമില്ലാതെ ആ റിസർച്ചായിട്ട് മുന്നോട്ട് പോകാം. പിന്നെ ഇനി നീട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ മൂപ്പർക്ക് 3 വർഷം, ഒരു 9 വർഷത്തോളം 6+9 വർഷത്തോളം ഈ റിസർച്ച് ആയിട്ട് പോകാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സമയത്തിനൊരു നമ്മൾ സമയത്തിന് വില കൽപ്പിച്ചാൽ സമയത്തിന് വില ഉണ്ട്, ഇല്ലെങ്കിൽ ഇവർക്കൊരു വില ഉണ്ടാവില്ല. നമ്മളെ സമയത്തിന് ഇവർക്കൊരു വില ഉണ്ടാവില്ല. അപ്പൊ ബാദ്യൂസാക്ക് വന്ന സമയത്ത് നമ്മളോട് പറയുന്നത് ഇവർക്ക് ഏതായാലും വിലയില്ല, അപ്പൊ നമ്മൾ വില കൊടുക്കണം. നമ്മളെവിടെയൊക്കെ പോയിരിക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യമില്ലാതെ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കും. എന്നിട്ട് പറയും നാളെ വായോ എന്ന് പറയും. അപ്പോ ഒരു കണക്കിന് എന്താണ്, നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുണ്ട്. ഇനി വേറൊരു വശം നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലൊന്നും ഇപ്പൊ ഇൽമു പഠിക്കാനുള്ള പ്രയാസങ്ങൾ നേരിടുക എന്നുള്ളതൊന്നും നമ്മൾ നാട്ടിൽ പഠിക്കുമ്പോൾ നമ്മൾ അറിയില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമ്മളെ പഴയ കാലത്ത് പറയാറില്ല ഇൽമു പഠിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ, അതൊക്കെ ശരിക്കും നമ്മൾ ഇവിടെ നിന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നേരിടേണ്ടി വരും. റൂമിന്റെ വിഷയത്തിലാണെങ്കിലും ഈജിപ്ഷ്യൻസിനോട് നേരിടുമ്പോൾ അവർ പറ്റിക്കുന്ന വിഷയങ്ങളാണെങ്കിലും പിന്നെ ശരിക്ക് ഇൽമിയായിട്ടുള്ള ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് ആണെങ്കിലും ഒക്കെ പല രീതിയിലായിട്ട് പല പ്രയാസങ്ങളും, പിന്നെ സ്വാഭാവികമായിട്ട് മറ്റൊരു നാട്ടിൽ വന്ന് പഠിക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു കറക്റ്റ് ഒരു മുതാലിമ്, ശരിക്കും ഒരു ത്വാലിബുൽ ഇൽമ്, നമ്മള് ഇസ്ലാമിൽ പറയുന്ന ത്വാലിബുൽ ഇൽമ് അയാൾ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നേരിടേണ്ടി വരും. ഏതായിരുന്നാൽ ഞാൻ നമ്മൾ ഇവിടെ ഉദവികൾ അല്ലെങ്കിൽ ദാറുദയിൽ വരുന്ന ആളുകൾക്ക് നമുക്കുള്ളൊരു വഴി എന്ന് പറഞ്ഞാല് ഇപ്പൊ കൂടുതൽ വഴികൾ നമ്മൾ എളുപ്പമാക്കാൻ നോക്കുന്നുണ്ട്. ബാദ്യൂസ മുമ്പ് ഇവിടെ 2 വർഷം മുമ്പ് വന്നിരുന്നു. അന്ന് ഇവിടെയുള്ള പല സ്ഥാപനങ്ങളുമായിട്ടും ഇവിടുത്തെ താമസ സൗകര്യങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളുമായിട്ടും താമസ സൗകര്യങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാല് അസറിന് ഒഫീഷ്യലായിട്ട് ഹോസ്റ്റലുണ്ട്. അതിന് പുറമെ അസറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങൾ കൊടുക്കുന്ന ജംഇയ്യകളുണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റുകളുണ്ട്. അപ്പൊ അവരായിട്ടൊക്കെ നമ്മൾ ബാദ്യൂസ വന്ന സമയത്ത് ടൈപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ നിങ്ങളൊക്കെ ഏത് സമയത്ത് വരികയാണെങ്കിലും
ഞങ്ങൾക്ക് ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ദാർദയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് നമ്മളെ പൈസക്ക് അനുസരിച്ച് ഇവിടെ ഉഷാറായിട്ട് പഠിക്കാം. നമ്മൾക്ക് എത്രയാണോ പൈസ ഉള്ളത് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ പഠിക്കാൻ, നല്ല ഇൽമും ക്വാളിറ്റി എഡ്യൂക്കേഷനും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ദാറുദയുടെ ഇപ്പോൾ ഞാൻ ഇവിടെ PhDക്കാണ് ഇവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. PhD ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ദാറുൽ ഹുദയിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ എടുക്കുന്നത്, പ്രത്യേകിച്ച് ഫിഖ്ഹ്, ഹദീസ്, ലുഗ, പിന്നെ അഖീദ, ശറഈയായ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടല്ലോ, ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നിങ്ങൾ ഇനി ദാറുദയ്ക്ക് എത്തുമ്പോൾ പഠിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഹദീസാണ്, ദാറുദ എത്തുമ്പോൾ ഹദീസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹദീസ് നിങ്ങളുടെ ദാറുദയിൽ PG തിസീസ് റിസാല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതുവഴി ഇവിടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മുആദലക്ക് കൊടുത്തിട്ട് ആ മുആദല കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് PhD കിട്ടും. അത് നമുക്ക് നല്ലൊരു അവസരമാണ്. നിങ്ങളിപ്പോൾ ഡിഗ്രി ലെവലിലാണ്, ഹദീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, PGയിലെത്തുമ്പോൾ നല്ലൊരു വിഷയം PG റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഉസ്താദിന്റെ കീഴിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ PGയിലാണെങ്കിൽ ഹദീസിൽ സ്വലാ ഉസ്താദ് ഉണ്ട്, അതുപോലെ തന്നെ ഉനൈസ് ഉസ്താദ് ഉണ്ട്, ഓരൊക്കെ മലേഷ്യയിൽ ഈ രീതിയിൽ പഠിച്ച ആളുകളാണ്. അപ്പൊ അവരുടെ കീഴിലൊക്കെ നിങ്ങൾക്ക് ഹദീസിൽ റിസർച്ച് ചെയ്തിട്ട്, ഇനി അതല്ല നിങ്ങൾ ഫിക്കിലേക്കാണ് പോകണമെങ്കിൽ അതിനും അവിടെ ഉസ്താദന്മാരുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ആ റിസർച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ നിർദ്ദേശം തരുന്നത്, നിങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഡിഗ്രി തലം തന്നെ ഡിപ്പാർട്ട്മെന്റ് ആയി പോയ ആളുകളാണ്. നമുക്കൊന്നും ഡിഗ്രിയിൽ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. നിങ്ങൾ ഡിഗ്രി മുതൽ തന്നെ ഡിപ്പാർട്ട്മെന്റ് അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഇവിടെ PhDക്ക് അവസരം കൂടുതലാണ്. കാരണം നിങ്ങൾ ഡിഗ്രി തലത്തിൽ തന്നെ നിങ്ങൾ ഹദീസിനെ മനസ്സിലാക്കാനും അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങാനൊക്കെ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇനി PGയിലെത്തുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം. അപ്പൊ നല്ലൊരു റിസാല എടുത്തിട്ട്, നല്ലൊരു ടോപ്പിക് എടുത്തിട്ട് അതിൽ റിസർച്ച് ചെയ്തിട്ട് അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 25, 26, 27 വയസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ദക്തൂർമാരായി മാറാനുള്ള സാധ്യത വരികയാണ്. കാരണം 22-ാം വയസ്സിൽ 23-ാം വയസ്സിൽ ഉദവിയായി കഴിഞ്ഞാൽ പിറ്റത്തെ വർഷം ഇവിടെ വന്ന്, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ PhDക്ക് അഡ്മിഷൻ കിട്ടിയാൽ അത്രയും നല്ലൊരു സൗഭാഗ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ടൈം ലാഗ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും, അസർ എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആണ്, സാവധാനാണെന്ന് നമ്മൾ പറയുകയാണെങ്കിലും അതിന്റെ ഒരു പോസിറ്റീവ് ഇതാണ്, നമ്മൾ ദാറുൽ ഹുദയിൽ ചെയ്ത PG വെച്ചിട്ട് നമുക്ക് ഇവിടെ PhD കിട്ടുകയാണെങ്കിൽ നമ്മൾ അത്രയും ചെറിയ പ്രായത്തിൽ നമുക്ക് PhDക്ക് അവസരം കിട്ടി. പിന്നെ നമുക്ക് എന്താണ് ഇവിടെ ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനിപ്പോൾ PhDക്കുള്ള ആളൊന്നും ഇല്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് പ്രശ്നമില്ല, നമുക്ക് ഒഫീഷ്യലി PhD ചെയ്യാം. ഇവിടെ പിന്നെ നിങ്ങൾക്ക് 1-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും താഴെ തട്ട് മുതൽ നിങ്ങൾക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള അവസരങ്ങൾ അനൗദ്യോഗികമായിട്ട് തൊട്ടപ്പുറത്തുണ്ട്. അനൗദ്യോഗികമായിട്ട് എന്ന് പറഞ്ഞാൽ ഇനി ഔദ്യോഗികമായി പഠിക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇജാസത്ത് വഴി ഇജാസത്ത് കൊടുക്കുക, ക്ലാസ്സുകൾക്ക് ഇജാസത്ത് കൊടുക്കുക. അപ്പൊ ഇനിയിപ്പോ ഹദീസിലാണെങ്കിലും ഫിഖ്ഹിലാണെങ്കിലും ബലാഗയിലാണെങ്കിലും ലുഗയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ഒരു മുബ്തദി എന്നുള്ളത് മുതൽ മുതവസ്സിത്ത്, ആളുകൾക്കുള്ള ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഓരോ ലെവലിലുള്ള നിങ്ങൾക്ക് ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളിപ്പോ ഹദീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നിങ്ങൾ PGയിൽ എടുക്കുന്നത്, ആ റിസർച്ച് നിങ്ങൾ അറബിയിൽ നല്ല ഉഷാറായിട്ട് ഇപ്പൊ തന്നെ താല്പര്യം വെച്ച് നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നല്ല ഉഷാറായിട്ട് അതിലൊരു റിസാർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ നല്ലൊരു PhD കിട്ടി നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ കൂടുതൽ എക്സ്പെൻസ് കാര്യങ്ങളും നമുക്കിവിടെ വരുന്നില്ല. നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഒരുക്കങ്ങൾ ഇപ്പൊ തന്നെ നടത്തിയാൽ മതി, വലിയ എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഇനിയിപ്പോ വരുമ്പോ കുറച്ച് എക്സ്പെൻസ് വന്നാലും വന്നൊരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ജോലിയായിട്ടോ അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു വഴി നമ്മൾ തന്നെ സ്വയം വെട്ടിത്തുറന്നുണ്ടാക്കും. ഇവിടെ വരുമ്പോ ഒരു പ്രയാസം ഉണ്ടാവും എന്നുള്ളതല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്കോളർഷിപ്പ് ഞാൻ ഉറപ്പ് പറയല്ല, സ്കോളർഷിപ്പ് കിട്ടിയാൽ തന്നെ ചെറിയൊരു എമൗണ്ട് ആണ്. സ്കോളർഷിപ്പായിട്ടോ അല്ലെങ്കിൽ ചെറിയ പാർട്ട് ടൈം ജോബോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടോ ഒക്കെ നമുക്കിവിടെ നിലനിന്ന് പോകാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ഗൾഫിലേക്ക് കയറണമെന്നില്ലാത്തവരോ പെട്ടെന്ന് കുടുംബ ബാധ്യതകളില്ലാത്തവരോ അപ്പൊ അത്തരത്തിലുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നല്ല
നല്ലൊരു അവസരമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് PhDക്ക് പെട്ടെന്നൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത്. ഇനി അതിനൊക്കെ പുറമെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ, നിങ്ങൾക്ക് വീക്കായിട്ടുള്ള പോയിന്റുകൾ കണ്ടെത്തിയിട്ട് അത് പരിഹരിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. ഭാഷകൾ, പല ഭാഷകൾ പഠിക്കാനോ, തുർക്കിഷ് പഠിക്കണമെങ്കിൽ അത് പഠിക്കാം, ഏത് ഭാഷകളാണെങ്കിലും പഠിക്കാം. ഇനിയിപ്പോ ഈജിപ്ത് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമല്ല, മറ്റു പല യൂണിവേഴ്സിറ്റികൾ തൊട്ടടുത്തുണ്ട്. കൈറോ യൂണിവേഴ്സിറ്റിയിൽ ട്രാൻസ്ലേഷൻ കോഴ്സുകളുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുതലെടുപ്പ് നടത്താം. ഇനിയിപ്പോ ഡിഗ്രി കഴിഞ്ഞ് PGക്ക് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PGക്കും ഉള്ള അവസരങ്ങളുണ്ട്. ധാർദയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും മാത്രം കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ PGക്ക് അഡ്മിഷൻ കിട്ടും. അപ്പൊ PG നോക്കാം, ആ രീതിയിലുള്ള സംഗതികളൊക്കെ നോക്കാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഒരു ദാറുൽ സ്റ്റുഡന്റിന് നമുക്കിവിടെ കാര്യമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ദാറുദയിൽ നിന്ന് കംപ്ലീറ്റ് ആയി വരുന്ന ആള് PGക്കോ PhDക്കോ കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങുന്ന ആളുകളുണ്ട്. സെക്കൻഡറി ലെവലിൽ തുടങ്ങുന്ന ആളുകളുണ്ട്, ഡിഗ്രി ലെവലിൽ തുടങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മള് ദാറുദേന്ന് നമ്മൾ ജെന്യൂൻ ആയിട്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുള്ളൂ. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഈ പറയപ്പെട്ട രൂപത്തില് ഏറ്റവും ചുരുങ്ങിയത് PGക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ PG PhD എന്നുള്ള ലക്ഷ്യം കണ്ടിട്ട് നിങ്ങൾ അൽ-അസ്ഹർ സെലക്ട് ചെയ്യുക, വരിക. ഇനി അതല്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ നിലവിൽ നിങ്ങളുടെ ഒരു സീനിയർ ഒക്കെ ഉണ്ട്, ഷാഹിദൊക്കെ അവിടെ വന്നിട്ടുണ്ടല്ലോ, ഒരു 1.5 മാസത്തിന്റെ ഹദീസ് ദൗറക്ക്. അപ്പൊ ആ രീതിയിൽ കൂടുതൽ ദൗറകൾ അസ്ഹറുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് അസ്ഹറുമായിട്ട് സഹകരിച്ചിട്ട് നമ്മൾ നല്ല ദാറുദ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ഇപ്പൊ തന്നെ കുറച്ച് കാശൊക്കെ ശേഖരിച്ചു വെക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു അവസരം, ഇപ്പൊ PGയിലെത്തിയാൽ കൂടുതൽ അവസരങ്ങളായി. ഒന്നുകിൽ നിങ്ങൾക്ക് മലേഷ്യക്ക് ഒരു സെമസ്റ്റർ തന്നെ ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ ഈജിപ്ത് എന്നുള്ളൊരു വഴി. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനൊരു ഹയർ സ്റ്റഡീസ് ലക്ഷ്യം വെച്ചിട്ട്, ഇപ്പൊ നമ്മളൊക്കെ PGയിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനൊക്കെ ഒരു അവസരം ഉണ്ട് എന്ന് പറയാന്നല്ലാതെ അതിന്റെ ഒന്നും വാതിലുകൾ തുറക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലായിടത്തേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടു. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് മലേഷ്യയിൽ പോയി, ഈ വർഷം ഇപ്പോൾ മലേഷ്യയിൽ പോകുന്നുണ്ട്, അതുപോലെ തന്നെ അസ്ഹറിൽ വന്നു. ഏതായാലും നിങ്ങൾ അതിനു വേണ്ട കാശുകൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചിട്ട്, ഇനി ഹയർ സ്റ്റഡീസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ മനസ്സുകളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാവാം. ഏറ്റവും ചുരുങ്ങിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരു കാര്യം പറയാനുള്ളത്. നമ്മളെ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഹയർ സ്റ്റഡീസിന് പോകുന്നത് നമ്മളുടെ BA ഡിഗ്രി എന്താണോ, നമ്മൾ കാലിക്കറ്റിൽ എന്താണോ പഠിച്ചത്, അല്ലെങ്കിൽ ഇഗ്നോർ എന്താണോ പഠിച്ചത്, ആ ഡിഗ്രിക്ക് അനുസരിച്ചായിരിക്കും എല്ലാവരും ഹയർ സ്റ്റഡീസിന് പോവുക. അപ്പൊ ഈ ഒരു 2-3 വർഷമായിട്ട് ഇങ്ങനെ ഖത്തറിലേക്ക് അറബി പഠിക്കാൻ പോകുന്ന ആളുകളും ഇസ്ലാമിക് സ്റ്റഡീസിൽ, എനിക്ക് പറഞ്ഞാൽ ദാറുൽ ഹുദയുടെ ആ ഡിപ്പാർട്ട്മെന്റുകൾ വിഭാവനം ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് ഒരു ഹയർ സ്റ്റഡീസ് തിരഞ്ഞെടുക്കണം. നമ്മൾ കുറച്ച് ആളുകളെങ്കിലും ആ ഫീൽഡിൽ ഉണ്ടാവണം. അപ്പൊ നമുക്ക് ഏറ്റവും വലിയൊരു മാതൃക നമ്മുടെ മുസ്ലിം തങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളെ പേര് പെട്ടെന്ന് പറഞ്ഞു, പിന്നെ സുഹൈൽ ഉസ്താദ് ഇപ്പോൾ ബ്രൂണയിൽ പോയി. അപ്പം മലേഷ്യയിൽ തന്നെ 2 ഉസ്താദന്മാരുണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ ഇസ്ലാമിക് സ്റ്റഡീസിൽ നമ്മൾ കൂടുതൽ ആളുകൾ വരണം. ഇപ്പൊ ഖത്തറിൽ ഒരുപാട് ആളുകൾ നമ്മളെ സുഹൃത്തുക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈജിപ്തിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മളെ ദാറുൽ ഹുദയുടെ ഡിപ്പാർട്ട്മെന്റുകൾ, കാര്യമായിട്ട് ഇസ്ലാമിക് ശരിയ ഡിപ്പാർട്ട്മെന്റുകൾ, ഹദീസ് ഫീൽഡിലും അതുപോലെ തന്നെ ഫിഖഹിലും ഒക്കെ നമ്മൾ കൂടുതൽ ഹയർ സ്റ്റഡീസ് ചെയ്യുന്ന, റിസർച്ച് ചെയ്യുന്ന ആളുകൾ, നമ്മൾ കുറച്ച് ആളുകൾ ഈ ഒരു ഇസ്ലാമിക് ഫീൽഡിനായിട്ട് നമ്മൾ മാറിയിരിക്കണം ഇൻഷാ അല്ലാഹ്. അതിൽ കൂടുതൽ താല്പര്യം വെക്കുന്ന ആളുകൾ, മറ്റേത് നമുക്കൊരു വിമർശനമാവില്ല, നമ്മളെല്ലാവരും മറ്റൊരു ഫീൽഡിലേക്ക് പോയിക്കാൻ. അപ്പം നമ്മുടെ ഈ ഫീൽഡിലും കുറച്ച് ആളുകൾ ഉണ്ടാവുക എന്നുള്ള ആ ഒരു നിയത്തിൽ കുറച്ച് ആളുകളെങ്കിലും രംഗത്ത് വരണം ഇൻഷാ അല്ലാഹ്. അത് നമുക്കും നമ്മളെ സ്ഥാപനത്തിനും നമ്മുടെ സമുദായത്തിനും സമൂഹത്തിനൊക്കെ വലിയൊരു മുതൽക്കൂട്ടാണ്. അപ്പൊ അക്കാഡമിക് ലെവലില് മറ്റേത് മാത്രമല്ല അക്കാഡമിക്സ്, ഇതും അക്കാഡമിക്സ് ആണെന്നുള്ളതിന് നമുക്ക് ഏറ്റവും വലിയൊരു റോൾ മോഡലാണെന്ത്, നമ്മളുടെ മുസ്ലിം തങ്ങളും സുഹൈൽ ഉസ്താദും, പിന്നെ മറ്റു ഉസ്താദിന്റെ പേര് ഞാൻ മറന്നു, നമ്മളെ പൂവത്താണി ഉസ്താദല്ലേ, മുമ്പേ പേര് ഞാൻ മറന്നു. അപ്പോൾ ആ രീതിയിലുള്ള ആളുകളൊക്കെ, അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ ഈ ഒരു ഫീൽഡിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിലോ ഒക്കെ ആയിട്ട്, ഇവിടുത്തെ ഞാൻ മാത്രമല്ല ഇവിടെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾ
ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊക്കെ ചോദിക്കാം. ഏതായിരുന്നാലും നിങ്ങളുടെ ഈ ഒരു ഡിഗ്രി ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അത് നിങ്ങൾ മുതലെടുക്കണം. നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് PG നല്ല രീതിയിൽ നല്ലൊരു റിസാല നിങ്ങൾ ചെയ്യുക. നമ്മൾ പഠിക്കുന്ന സമയത്ത് വിചാരിക്കും ഇതുകൊണ്ട് ഇപ്പം എന്താണ് ഉപകാരം എന്ന്. നമുക്കിപ്പോൾ ഇതിൽ നല്ല മാർക്ക് കിട്ടിയോണ്ട് ഉപകാരം ഉണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ നമ്മുടെ ദാർദ സർട്ടിഫിക്കറ്റ് കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് വരെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ഉപകാരമുണ്ട്. ഇപ്പോൾ ദാർദ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഈ മാർക്കുകൾക്കൊക്കെ ഉപകാരമുണ്ട്. ജസ്റ്റ് പാസ് അല്ല നമുക്ക് വേണ്ടത്. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊക്കെ നമുക്ക് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന റിസർച്ച് റിസാല, ഇനി ഡിഗ്രി തലത്തിലായിക്കൊള്ളട്ടെ PG-യിലായിക്കൊള്ളട്ടെ, ഏത് റിസാല ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായി ചെയ്യാം. അനാമില അമലൻ ഫാത്തഖാനല്ലേ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സമയം തരാത്ത രൂപത്തിൽ ഒരുപാട് സമയം സംസാരിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ടതിന് നന്ദി. നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞോ ഇല്ല എന്നുള്ള അറിയില്ല. ഞാൻ കുറച്ചു നേരം നിർത്തിയപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് ഒന്നും കണ്ടില്ല. ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് തഖബ്ബലല്ലാഹ്. ഇതൊന്നുമില്ലല്ലോ. അസ്സലാമലൈക്കും. അലൈഹിസ്സലാം. നമ്മുടെ നാട്ടില് കാണുന്ന പോലെ മൗലിദിനെ നബിദിനൊക്കെ എതിർക്കുന്ന വിഭാഗങ്ങൾ അവിടെ ഇല്ലേ? ഓലെങ്ങനെ ഉണ്ട് ഉണ്ട്. കാണുന്നത്? ഏഹ് ഓല് യൂണിവേഴ്സിറ്റിയുമായി അഥവാ അവിടുത്തെ കൾച്ചർ നബിദിനത്തിനെ എതിർക്കുന്ന ആളുകൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? ഉണ്ട്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. മറ്റേ ഇപ്പോഴത്തെ വസീറുൽ ഔഖാഫ് മൂപ്പര് നല്ല അടിപൊളി പണ്ഡിതനാണ്. സമസേരി മൂപ്പരൊക്കെ ഇവിടെ വഹാബികൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് സമസേരി. നബിദിനായി കഴിഞ്ഞാൽ ലോകത്തെ മൊത്തം വഹാബികൾ അളകും. നമ്മളെ നാട്ടിൽ മാത്രമൊന്നുമല്ല. അതിനെ ട്രോളാന് നമ്മളെ നാട്ടിൽ മാത്രമൊന്നുമല്ല ഓലെ വിമർശിക്കുന്നതും, നമ്മളെ നാട്ടിൽ മാത്രമൊന്നുമല്ല അതേ രീതിയിൽ ഓലെ വിമർശിക്കുന്നതൊക്കെ. ഇപ്പൊ നമ്മൾ പറയും ഇന്റർനാഷണൽ ലെവലിൽ ഈ രീതിയിൽ ഒക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മളെ നാട്ടിൽ മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ സംഗതി ഉള്ളത്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ് പരസ്പരം ചളിവാരി അറിയാന്നുള്ളത്. അത് ഒരർത്ഥത്തിലില്ല, പക്ഷെ എന്നാ മറ്റു രീതിയിൽ ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും എല്ലാ പണ്ഡിതന്മാരും പരസ്പരം ചളിവാരി അറിയണമെന്നില്ലല്ലോ. അപ്പോ അതേ നാണയത്തിൽ ഇപ്പോ ഇബ്നു തൈമിയ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ വരെ ഇവിടെ ഉണ്ട്. നമ്മൾ പറയുന്നത് ഇപ്പൊ ചില ആളുകളുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ന്യൂട്രലായിട്ട് അവിടെ ഇൽമിനെ നമ്മൾ പരിഗണിക്കും എന്നുള്ളതിനപ്പുറത്ത് അവരെ ആ രീതിയിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട്. നബിദിനായി കഴിഞ്ഞാൽ ദാറുൽ ഇഫ്താഹിന്റെ ഒരു ഇവിടുത്തെ ദാറുൽ ഇഫ്താഹിൽ മിസ്രിയ ഫത്വ കൗൺസിൽ അവർ തന്നെ ഒഫീഷ്യലി നബിദിനം അനുവദനീയാണെന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ പുറത്തുവിടും. ഇവിടുത്തെ മെയിൻ പണ്ഡിതന്മാരൊക്കെ ആ രീതിയിലുള്ള എഴുത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിധേയാളാണെങ്കിൽ അവരവരുടെ രീതിയിലുള്ള കുത്തുവാക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രസകരമായ രീതിയിലുള്ള ട്രോളുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചില വഹാബി കുട്ടികൾ ഉണ്ടാവില്ല, നല്ല യൂട്യൂബ് ചാനലൊക്കെ ഉള്ള വഹാബി കുട്ടികൾ. അപ്പൊ അതിലൊരു വഹാബി കുട്ടി ഇങ്ങനെ എന്താണ് ഇങ്ങനെ അതിനെ വിമർശിക്കുകയാണ്. അപ്പൊ അതിനൊക്കെ നല്ല രസകരമായിട്ട് തന്നെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന പണ്ഡിതന്മാർ വിമർശിക്കുക. നമ്മുടെ നാട്ടിലൊന്നും പണ്ഡിതന്മാർ ഫേസ്ബുക്ക് ഉപയോഗിക്കുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശയവിനിമയങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ ഫേസ്ബുക്കിലാണെങ്കിലും സംസാരങ്ങളിലാണെങ്കിലും ഒക്കെ ഇബാറത്ത് കിതാബുകൾ അതിന്റെ മത്തിനുകളൊക്കെ കാണാപ്പാഠം പഠിച്ച് പറയുന്ന രീതിയായിരിക്കും. ഇപ്പൊ വസീറുൽ ഔഖാഫ് ഈ പറയപ്പെട്ട നബിദിന പ്രഭാഷണത്തിൽ മൂപ്പര് വലിയ വലിയ പണ്ഡിതന്മാരുടെ കിതാബുകളൊക്കെ ഉദ്ധരിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഏതെങ്കിലും മതസദസ്സുകളിൽ ഇത്തരത്തിലുള്ള കിതാബുകളൊന്നും ഉദ്ധരിച്ച്, ഒന്നാമത് ഇവരുടെ ഓഡിയൻസും നല്ല കപ്പാസിറ്റി ഉള്ള ഇൽമുള്ള ഓഡിയൻസ് ആണ്. നമ്മളെ ഓഡിയൻസ് ഇൽമില്ലാത്ത ഓഡിയൻസ്, ഓൽക്ക് എന്തെങ്കിലുമൊക്കെ നീട്ടി പറഞ്ഞു കൊടുത്താൽ മതി, എന്തെങ്കിലുമൊക്കെ വിവാദങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പക്ക തെളിവോട് കൂടെ കിതാബുകൾ ഉദ്ധരിച്ച് പറയുന്ന ആളുകളായിരിക്കും. ഇവിടുത്തെ ഔക്കാഫ് മിനിസ്റ്റർ ഇങ്ങനെയാണ്, വലിയ പണ്ഡിതനാണ്. നമ്മുടെ നാട്ടിലെ ഔക്കാഫ് മിനിസ്റ്റർ അങ്ങനെയായിരിക്കും. ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട്. ചുരുക്കി പറഞ്ഞാല് ഈ വിവാദങ്ങളും സംഗതികളൊക്കെ നബിദിനായി കഴിഞ്ഞാലുള്ള വിവാദങ്ങളും അതിനുള്ള മറുപടികളൊക്കെ ഇവിടെ ഉണ്ട് അതേ രീതിയിൽ തന്നെ.
ആ ഇൻഷാ അല്ലാ നമ്മൾ 1 മണിക്കൂർ 11:30 തുടങ്ങിയ സെഷനാണ്. ഇൻഷാ അല്ലാ 1 മണിക്കൂറോളം നീണ്ടു നിന്നു. ഈജിപ്തിലെ ആ ഒരു നബിദിനത്തിൻ്റെ കൾച്ചറുകൾ, സെലിബ്രേഷനുകൾ, അതുപോലെ അവസാനമായിപ്പെട്ട് ദാലുദ സ്റ്റുഡൻറ്റിന് അൽ അസ്ഹറിലും മറ്റൊക്കെ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ദുക്തൂറായി അവിടെ PhD പൂർത്തിയാക്കാൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പറയാൻ കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തിറങ്ങണം. ആ കാര്യങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞു തന്നു. ഇൻഷാ അല്ലാ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾ ഇൻഷാ അല്ലാ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഉസ്താദിനെ ബന്ധപ്പെടും. ഇൻഷാ അല്ലാ നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റ് വിദ്യാർത്ഥികൾക്കും അതുപോലെ ഉസ്താദുമാർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്ത ഈജിപ്തിലെ അൽ അസ്ഹറിലെ മുർഷിദ് ഉദവി ഉസ്താദ്, അതുപോലെ ഉസ്താദിൻ്റെ നമ്പർ നമുക്ക് തന്നത് നമ്മളെ ഷാഹിദ് അവിടെ, അതായത് ഈ വർഷം ദാറുൽ നിന്ന് ദൗറത്തുൽ ഹദീസിന് വേണ്ടിയിട്ട് 40 ആളുകൾ അവിടെ പോയിട്ടുണ്ട്, 25 ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉടമലയിൽ നിന്ന് പഠിച്ച ഹദീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിച്ച ഷാഹിദ് അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവനെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അവനാണ് പറഞ്ഞത് ഉസ്താദ് ഇവിടെ കുറച്ച് കാലമായിട്ട് അവിടെ പഠിക്കുന്ന ആളാണ്. അപ്പോൾ ആ നിരക്കാണ് ഉസ്താദിനെയാണ് ബന്ധപ്പെട്ടത്. ഉസ്താദ് ബന്ധപ്പെട്ട അവസരത്തിൽ തന്നെ വളരെ നല്ല റെസ്പോൺസ് തന്ന് ഇതിൽ പങ്കെടുക്കാമെന്ന് അറിയിച്ചു. ഇൻഷാ അല്ലാ നമ്മൾ ആ പരിപാടി ഇവിടെ വളരെ വിജയകരമായി പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാ കൂടുതൽ ഇനിയുള്ള സെഷനുകളിലൊക്കെ ഉസ്താദിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുള്ള എല്ലാ നന്ദിയും ഉസ്താദിനും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉസ്താദുമാർക്കും അറിയിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.